മെസ്സിയെ കാണണമെന്ന് ആഗ്രഹിച്ച് ലാസ്റ്റ് ജെമിനി ചേച്ചി എനിക്ക് ആഗ്രഹം പറഞ്ഞു, നീ വാ, നിനക്ക് ഞാൻ പറഞ്ഞു എല്ലാ പരിപാടി ശരിയാക്കി തരാം, സെറ്റാക്കി തരാം, സെൽഫി എടുത്താൽ പോരെ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ദേ ഒറ്റയടിക്ക് കാര്യം സാധിച്ചാലെന്ന് പറ്റിയിട്ടുണ്ടേ. വാ നമുക്ക് പോവാം. അപ്ലോഡ് ചെയ്യും. ഫോട്ടോ മാറിപ്പോയി ബ്രോ, ഫോട്ടോ മാറിപ്പോയി. ഈ ഫോട്ടോ ഇതാണ് സംഭവം. ഈ ഫോട്ടോ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, എന്തായിരിക്കും അവസ്ഥ? എൻ്റെ മോനെ, മെസ്സിയുടെ കാറിന് മുമ്പ് വെച്ച് ഞാൻ ഫോട്ടോ എടുത്ത്. ഷേ എൻ്റെ ജെമിനി ചേച്ചി, നിങ്ങൾ ഈശ്വരാ, അയ്യോ താടി കണ്ടിട്ടുണ്ടല്ല, മെസ്സിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ മോൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈശ്വര, ബോഡി ഗാർഡ് ആ ചേട്ടൻ എനിക്ക് പറഞ്ഞാൽ തല്ലു. സൂപ്പർ, പൊളിച്ചു മോനെ, പൊളിച്ചടാ ഈ അമ്മോനെ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ മെസ്സിയുടെ കൂടെ വീണ്ടും പോയി. ഒരു ഫോട്ടോ, സെൽഫി, ഇതൊക്കെ കാണിച്ച് ഞാൻ മോനെ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുമോ? ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് തിരിച്ചറിയാത്ത കാലമായി പോയി മോനെ. ആ, അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരുമിച്ച് തട്ടുകടയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തട്ടുദോശയും ഓംലെറ്റും ബുൾസയും എന്ന് വേണ്ട എല്ലാം പോയി അടിച്ച് പെരുക്കി സൂപ്പർ. പൊന്നോ, പുള്ളിക്കാരൻ വരുത്ത് ഇഷ്ടമായിട്ടാ. എൻ്റെ പൊന്നോ, എന്നെ പെർഫെക്ഷനാണ് ഫോട്ടോ, ഒരു രക്ഷയില്ല. അടുത്ത് നോക്കാം. അയ്യാ യാ മോനെ. അങ്ങനെ ഞങ്ങൾ പുറയിൽ എന്തുപടേ, BJP സംസ്ഥാന സമ്മേളനമോ പാർട്ടി കൂടിയാണോ അതോ ഏത് കളിയുടെ രാജ്യമാണിത്? നാട്ടുകാരെ മൊത്തം ഉണ്ടല്ലോ. മാറിപ്പോയി. ഇതൊക്കെ ആരാ ദൈവമേ, എവിടെ വന്നു നിന്ന? പിന്നെ ഇതെവിടെ പോന്നു? അമ്പോ, ഇത് ഒരുപാടുണ്ടല്ലോ. ഈ പുറകെ നിൽക്കുന്ന ഏതോ നാട്ടിലാണ് കേട്ടോ. ഞാൻ നോക്കിയതാ, പുറകെ നിൽക്കുന്ന ആരൊക്കെയാന്ന് നോക്കിയാ. ഇവരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല കേട്ടോ. എനിക്കൊരു വിജയമല്ലേ, ജെമിനിയാണേ ഇതെല്ലാം. അങ്ങനെ അടുത്ത ഫോട്ടോ, ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാം. അങ്ങനെ ഞാൻ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് മെസ്സി അവിടെ ഇരിക്കുന്നു. പുള്ളി ഉടനെ തന്നെ പറഞ്ഞു, വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. ഉഴുന്നോടെയാണെന്ന് പരിപ്പോടെയാണെന്ന് എന്തിരിക്കുന്നത്, എന്ത് സംഗതി. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പതിയെ ലിഫ്റ്റിലേക്ക് കയറി. എന്നാൽ ലിഫ്റ്റിലേക്ക് ഒരു സെൽഫി എടുത്തേക്കാന്ന് വെച്ചു. മറ്റേ സെൽഫി അല്ലേ എടുത്തിരിക്കുന്നത്, ഞാനും സെൽഫി എടുത്തു. അടുത്ത സെൽഫി ജെമിനി വക. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല. ഭാഗ്യം താടി കൊണ്ടുപോയില്ല, താടി അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ തൊട്ട് സെൽഫി വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ എന്നെ തന്നെ, ഇതൊക്കെ ആരാ ദൈവമേ. എൻ്റെ പൊന്ന് ജെമിനി, നീ എൻ്റെ രമണി ഇങ്ങനെയൊക്കെ എന്നെ മാറ്റി. അത് നേരത്തെ കണ്ട നല്ല പെരുമഴ പെയ്ത സമയത്ത്. എൻ്റെ പൊന്നോ, മെസ്സിയുടെ ആരാധകരോടും മെസ്സിയോടും മാപ്പ് ചോദിക്കുന്നു. ഞാനും മെസ്സിയുടെ ഒരു കട്ട ഫാനാണ്. ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു നോക്കിയതാണ്. ഒന്നും പറയരുത്, എന്നെ കളിയാക്കി എനിക്ക് ഇതൊന്നും കിട്ടാതെ വന്നപ്പോൾ കിട്ടിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. മാപ്പ്.